ഹലോ, എല്ലാവർക്കും നമസ്കാരം. തുറവൂർ മുതൽ ചേർത്തല വരെയുള്ള NH66-ൻ്റെ പ്രോഗ്രസ് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപോകാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH66-ൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 645 കിലോമീറ്റർ തൊട്ട് 678 കിലോമീറ്റർ വരെയാണ് ഉള്ളത്. തുറവൂർ തൊട്ട് ചേർത്തല വരെയുള്ള ഈ ഒരു 6 വരി പാതയിലെ ആദ്യത്തെ ഫൂട്ട് ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായ നിലയിലാണ് കാണപ്പെടുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ 3 വരി പാതയുടെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയായിട്ട് നിൽക്കുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ മാർക്കിങ്ങും അതുപോലെ ഡിവൈഡറിൻ്റെ പണികളുമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ സൈഡ് വോളുകളൊന്നും കെട്ടിയിട്ടില്ല. ഇത് തുറവൂർ സൈഡിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇതുപോലെ പണികളൊക്കെ പൂർത്തിയായി കിടക്കുന്നത്. മറുവശത്ത്, അതായത് ആലപ്പുഴയിൽ നിന്ന് തുറവൂരിലേക്ക് വരുന്ന ഭാഗത്താണെങ്കിൽ സൈഡ് വോളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് വെച്ചിട്ടുള്ളത്. തുറവൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള വണ്ടികളും ആലപ്പുഴയിൽ നിന്ന് തുറവൂരിലേക്കുള്ള വണ്ടികളും ഒരേ വശത്തു കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 സൈഡിലുമുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം പണികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മറുവശത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇരിക്കുക എന്നുള്ളതാണ്. അതൊരു പകുതി സ്ഥലം വരെയാണ് അങ്ങനെ. ഇതാ ഈ ഒരു സൈഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതാ വീണ്ടും അപ്പുറത്തെ സൈഡിലൂടെ തന്നെയാണ് വണ്ടികൾ വരുന്നത്. അതുപോലെ മീഡിയൻ്റെ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. കാറ്റൻഫീൽഡ് പ്ലാന്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അടുത്ത ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ദാ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോഴാണ് നമ്മുടെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എത്തുന്നത്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ NH ആയതുകൊണ്ട് തന്നെ നല്ല വേഗത്തിലായിരിക്കും വണ്ടികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ റോഡ് ഒറ്റയടിക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രായമുള്ളവരെങ്ങനെയാണ് ഈ സ്റ്റെപ്സ് കയറുക എന്നുള്ളതൊരു പ്രശ്നമാണ്. പ്രായമുള്ളവരെ സംബന്ധിച്ച് ഇത് ഇത്തിരി വലിയൊരു കയറ്റം തന്നെയാണ്. അപ്പം ഇതിൽ ഇങ്ങനെ ചവിട്ടി കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇനിയും ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗങ്ങളായിട്ട് എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വന്നേക്കാം. അപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നമാണിത്. പക്ഷേ നമുക്ക് എന്തായാലും ഈ ഒരു വലിയ റോഡ് അങ്ങനെ ക്രോസ് ചെയ്യാനും എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തോന്നിയെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ പറയുക. അല്ലെങ്കിൽ ഇതിനോടുള്ള ആൻസർ ഉണ്ടെങ്കിലോ എന്താണെന്ന് വെച്ചാൽ കമൻസിലൂടെ പറയണേ. ഇപ്പോൾ നമ്മളിതാ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. മുകളിലത്തെ റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതേ ബാരിക്കേഡൊന്നും ഇവിടെ കെട്ടിയിട്ടില്ല. കമ്പികൾ വെച്ചേക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പം സർവീസ് റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതെങ്കിൽ ഇപ്പം നമ്മൾ NH വീണ്ടും പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ കണ്ടത് പത്മാക്ഷി കവലയിലുള്ള അണ്ടർ പാസേജ് ആയിരുന്നു. അങ്ങനെ നമ്മളൊരു സർവീസ് റോഡിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അത് പത്മാക്ഷി കവല അണ്ടർ പാസേജും കഴിഞ്ഞ് നമ്മളിതായിപ്പം പട്ടണക്കാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു മെയിൻ റോഡിലേക്ക് വീണ്ടും കയറുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പട്ടണക്കാട്. വീണ്ടും NH കയറുമ്പോൾ നല്ലതായിട്ട് ടാർ ചെയ്ത അടിപൊളി റോഡ് തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ ചിലയിടങ്ങളിൽ ഇതുപോലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. പിന്നെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു വളരെ നല്ല സംവിധാനം തന്നെയാണ്. കാരണം അണ്ടർ പാസേജോ അങ്ങനെ ഒന്നും വരാതിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു റൂട്ടാണ് പോകുന്നത്. അപ്പം ഇരുവശത്തേക്കും ജനങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി തന്നെയാണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടേക്ക് ഡിവൈഡറിൻ്റെയും അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ സൈഡിൽ വീണ്ടും വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇതുപോലെ മീഡിയൻ്റെ വർക്കുകളും കാര്യങ്ങളൊന്നും പൂർത്തിയാവാത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും ഒരു ഡൈവേർഷൻ എടുത്ത് സർവീസ് റോഡിലേക്ക് കയറുകയാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം NH ഇതുപോലെ പണി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അവിടെ പണികൾ പൂർത്തിയാക്കാൻ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സർവീസ് റോഡിലേക്ക് ഡൈവേർഷൻ എടുത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സർവീസ് റോഡിലേക്ക് കയറി കഴിയുമ്പോഴും ഇതുപോലെ ബാരിക്കേഡിൻ്റെ പണികൾ ഇവിടെ പൂർത്തിയാക്കാനായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വയലാർ കവല അണ്ടർ പാസേജിൻ്റെ അടുത്തേക്കാണ്. നേരത്തെ കണ്ടതിലും പൂർത്തിയായിട്ടാണ് പണികളൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അണ്ടർ പാസേജ് ആണെങ്കിലും ഇത് കണ്ടോ, ഏറെക്കുറെ പണികളൊക്കെ പൂർത്തിയായിട്ട് തന്നെയാണ് കാണുന്നത്.
അപ്പോൾ നേരത്തെ ഒരു വർഷം മുമ്പ് ഇറങ്ങിയത് കുറച്ച് നാൾക്ക് മുമ്പൊക്കെ ഇതുവഴി വരുമ്പോൾ നല്ല ട്രാഫിക്കും നല്ല ഗതാഗത കുരുക്കുകളുമായിരുന്നു നമുക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അങ്ങനെ ഒരുപാട് സമയം പോകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പണി നടക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ എന്തോരം നന്നായിട്ട് തന്നെയാണ് പ്രൊസീഡ് ആയിരിക്കുന്നതെന്ന് തന്നെ കണ്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും ഡ്രെയിനേജ് വർക്കുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും NHലേക്ക് കയറുകയാണ്. വീണ്ടും NHലേക്ക് കയറുമ്പോൾ ഇരുവശത്തുള്ള ടാറിങ് പണികളും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ മീഡിയൻ്റെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, മീഡിയൻ്റെ വർക്കുകളൊന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാത്തതായിട്ടാണ് കാണുന്നത്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരിപാടികളും ഇവിടെ കാണുന്നില്ല. ഈ ഒരു റോഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തും ഇപ്പുറത്തു കൂടെ, അതായത് 3 വരി പാതയിലൂടെ അപ്പുറത്തും ഇപ്പുറത്തു കൂടെയും വണ്ടികൾ വരുന്നുണ്ട്. നമുക്ക് തുറവൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്നത് ഇപ്പുറത്തെ സൈഡിലൂടെ ആണെങ്കിൽ മറുവശത്തൂടെ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് തുറവൂരിലേക്കുള്ള വണ്ടികളും പോകുന്നത്. നേരത്തെ പലയിടങ്ങളിലും വെച്ചിട്ട് ഒരു വശത്തൂടെ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇടയ്ക്ക് ഇതുപോലെ വീണ്ടും പണികളൊക്കെ പൂർത്തിയാക്കേണ്ട ഒരു ഏരിയ കാണുന്നുണ്ട്. മീഡിയൻ്റെ വർക്കാണ് ഇവിടെ ഇനി മെയിനായിട്ട് കിടക്കുന്നത്. ബാക്കിയെല്ലാം പൂർത്തിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റോഡ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒരു അണ്ടർ പാസേജാണ് വന്നേക്കുന്നത്. അണ്ടർ പാസേജിൻ്റെ അടുത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഡൈവേർഷൻ എടുത്ത്. ഇവിടെ വീണ്ടും പണികൾ പൂർത്തിയാവാനുള്ളതും ടാറിങ് പൂർത്തിയാവാനുള്ളതും ഒക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇവിടെ ഒരു CNGയിലെ പമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് അടുത്ത അണ്ടർ പാസേജ്. അപ്പോൾ ഇതാണ് തങ്കിക്കവല അണ്ടർ പാസേജ്. ഒരു പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ഒരു അണ്ടർ പാസേജ് വന്നിട്ടുള്ളത്. ഇതാണ് തങ്കിക്കവല അണ്ടർ പാസേജ്. ഈ ഒരു സർവീസ് റോഡിനൊന്നും അധികം വീതിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ബസ് നിന്ന് കഴിഞ്ഞാൽ അത് പോയിട്ട് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കയറാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സർവീസ് റോഡിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ ഓരോ അണ്ടർ പാസേജും കഴിയുമ്പോൾ NHലോട്ടായിരുന്നു എൻ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ NH നമുക്കിവിടെ സൈഡിൽ കാണാം. പക്ഷേ നമ്മളിപ്പോഴും NHലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വീണ്ടും സർവീസ് റോഡിലൂടെ പോയിട്ട് അടുത്ത അണ്ടർ പാസേജിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NHലെ വർക്കുകളതായി വീണ്ടും കഴിയാനായിട്ട് ബാക്കിയുണ്ട്. JCB അതുപോലെ ഇവിടെ പണികൾക്ക് ആവശ്യമുള്ള ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റോഡിൽ കാണാം. അപ്പോൾ ഇനി വരുന്ന അണ്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടുത്തെ HPയുടെ ഒരു പെട്രോൾ പമ്പുണ്ട്. അത് കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അണ്ടർ പാസേജ് വരുന്നത്. പിന്നെ എനിക്കിവിടെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അണ്ടർ പാസേജ് എന്തോ ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്തു. വണ്ടികൾക്കൊക്കെ തിരിയാനായിട്ട് ഇത്തിരി പാടുള്ള പോലെ തോന്നി. ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ, സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ സംശയങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണേ. അതാണ് നമ്മുടെ അണ്ടർ പാസേജ്. ഇപ്പം ഇവിടെ അത്യാവശ്യം ഇപ്പോൾ തിരക്കുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഇത്തിരി സ്ലോ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചിരുന്ന ഗതാഗത കുരുക്കുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ്. ഡെവലപ്മെൻറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത അണ്ടർ പാസേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്കൊരു ഹോട്ടൽ കാണാം, കാർത്യായനി ഹോട്ടൽ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സർവീസ് റോഡിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് വീണ്ടും ഡൈവേർഷൻ എടുത്ത് NHലോട്ട് കയറുവാണ്. ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും ടാറിങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇതുപോലെ സൈഡിൽ ബാരിക്കേഡിൻ്റെ വർക്കുകൾ ചിലയിടങ്ങളിൽ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ മീഡിയൻ്റെ വർക്കുകൾ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. കുറച്ച് ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല. ഇവിടെ തൊട്ട് നോക്കിയാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടെന്നല്ല, പൂർത്തിയായിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ ചേർത്തല റെയിൽവേ സ്റ്റേഷനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. തുറവൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ തുറവൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള വണ്ടികളും ആലപ്പുഴയിൽ നിന്ന് തുറവൂരിലേക്കുള്ള വണ്ടികളും ഒരേ വശത്തൂടെ തന്നെയാണ്, അതായത് 3 വരി പാതയിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസും അതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നതും ഒക്കെ കാണാം. ക്രെയിനും നമുക്ക് സൈഡിൽ കാണാം. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിൽ ട്രാവൽ ചെയ്തതിലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് റോഡ് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്കുകളും കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വർക്കുകളെല്ലാം എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് തീരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്കുകളും കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഡൈവേർഷൻ എടുത്ത് വീണ്ടും സർവീസ് റോഡിലേക്ക് കയറുകയാണ്. അടുത്തതാ നമ്മുടെ അണ്ടർ പാസേജ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്ന അണ്ടർ പാസേജ് ആർത്തുങ്കൽ അണ്ടർ പാസേജിലേക്കാണ് എത്തിയിരിക്കുന്നത്.
ഇവിടെ ആണെങ്കിലും സർവീസ് റോഡിൻ്റെയും അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പൂർത്തിയായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം ബ്ലോക്കും ഇവിടെ കാണുന്നുണ്ട്. നമുക്കിപ്പം ചെറിയൊരു വഴി പോലെയാണ് നമ്മുടെ സർവീസ് റോഡ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടികൾ പോകാൻ വേണ്ടി നല്ല താമസമുണ്ട്. അത്യാവശ്യം ബ്ലോക്ക് കാണുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ബ്ലോക്കല്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഫ്രണ്ടിലായിട്ട് സൈഡിലേക്ക് തിരിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് പോകാനുള്ള വണ്ടികളുടെയാണ് ആ ഒരു ബ്ലോക്ക് വന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കയറിപ്പോകാം. അപ്പോൾ ഈ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും സർവീസ് റോഡിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബാരിയറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാവാനുള്ളതായിട്ട് നമുക്ക് കാണാം NHൻ്റെ അവിടെ. എന്തായാലും പണികൾ പൂർത്തിയാവുന്നിടം വരെ NHലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തിരി സ്ലോ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുപോലുള്ള ഡൈവേർഷൻസും കാര്യങ്ങളൊക്കെ സൈഡിൽ വരുന്നുണ്ട്, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് വേണം NHലൂടെ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പണികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ നമ്മളിതാ വീണ്ടും ഇവിടെ സൈഡിൽ നമുക്ക് NH കാണാം. എങ്കിലും അവിടെ പണികൾ പൂർത്തിയാവാനുണ്ട്. വീണ്ടും ഡൈവേർഷൻ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും സർവീസ് റോഡിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ NHൻ്റെ വർക്കുകൾ എത്രത്തോളമായി എന്നുള്ള വീഡിയോസുമായിട്ടും വീണ്ടും കാണാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.